ക്യാരറ്റ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പുഡിങ് കഴിക്കുമ്പോൾ അത് ക്യാരറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് പോലും അറിയില്ല. കാരണം ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റും ഈ ഒരു പുഡിങ്ങിന് ഉണ്ടാവില്ല. വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 5 ഗ്രാം ചൈന ഗ്രാസാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു 20 ഗ്രാമിൻ്റെ ചൈന ഗ്രാസിൻ്റെ പാക്കറ്റാണ്. ഇതിൽ നിന്ന് ഏകദേശം ഒരു 5 ഗ്രാം കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് മുങ്ങുന്ന അത്ര വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കുതിരാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റായ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 2 വലിയ ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ട് നമുക്കിതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നല്ല പ്യൂർ ഗീ തന്നെ ഒഴിക്കട്ടോ. അത് ചൂടായതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഈ ക്യാരറ്റിൻ്റെ ഒരു പച്ച ചുവന്ന് മാറുന്നത് വരെ ഒന്ന് ഈ നെയ്യിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഈ ക്യാരറ്റിൻ്റെ പുഡിങ് നമ്മൾ കഴിക്കുമ്പോൾ അത് ക്യാരറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയതെന്ന് നമുക്ക് മനസ്സിലാവില്ല, വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ നെയ്യിലിട്ട് വഴറ്റിയിട്ടൊക്കെ നമ്മൾ ക്യാരറ്റ് ചേർക്കുന്നത്. ഇനി ക്യാരറ്റ് അത്യാവശ്യം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടോ. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി വേണമെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂണ് നമുക്ക് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പഞ്ചസാര നല്ലപോലെ മെൽട്ടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഞാൻ പാൽപ്പൊടി കരിഞ്ഞിട്ട് വേറെ സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് പഞ്ചസാര നല്ലപോലെ മെൽട്ടായതിന് ശേഷമാണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നല്ലപോലെ ഇതുപോലെ നല്ലപോലെ ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ കുതിർത്ത് വെക്കാൻ വെച്ച ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം വഴറ്റി വെച്ച ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിപ്പോൾ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് അരയാനുള്ളൊരു പാല് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കൂടുതൽ പാൽ വേണ്ട, കുറച്ച് പാൽ ഒഴിച്ചിട്ട് അത് അരയാൻ മാത്രം ഇത് പാകത്തിൽ നമുക്കൊന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരിയൊന്നും വേണ്ട, എന്നാൽ കുറച്ച് അരിയും വേണം. ആ ഒരു രീതിക്കാണ് വേണ്ടത് കേട്ടോ. നമുക്കിതിൻ്റെ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ കടിക്കണം നമ്മളെ പുഡിങ്ങിൽ. അപ്പോഴാണ് നമ്മുടെ പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷെ ആ കടിക്കുന്നത് ക്യാരറ്റാണെന്ന് മനസ്സിലാവില്ല, അതെന്താ സംഭവം എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ഈ മിക്സിയിലോട്ട് കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് നമുക്കിതിലോട്ട് ഒന്ന് ലൂസ് പരുവത്തിലൊന്ന് ആക്കി കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഓവർ ലൂസാവും വേണ്ട, ഓവർ തിക്കാവും വേണ്ട. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം, കുറവ് വേണമെങ്കിൽ കുറവ് ചേർത്ത് കൊടുക്കാം. പുഡിങ് ആകുമ്പോൾ കുറച്ച് മധുരം ഉണ്ടാവുന്നത് നല്ലതാണ്. ഇനി നമുക്ക് നമ്മളെ ചൈന ഗ്രാസിനെ ഒരു അടുപ്പത്ത് ടൈം വെച്ചിട്ടുണ്ട്. അടുത്തടുപ്പത്ത് തന്നെ നമ്മൾ ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. നമ്മൾ ഈ ഒരു കൂട്ടി പാലും ക്യാരറ്റിലും കൂടിയുള്ള ഈ ഒരു മിക്സ് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം. അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ക്യാരറ്റ് നമ്മൾ അരച്ചിട്ടൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒപ്പം തന്നെ നിന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് തിളക്കുന്നത് വരെ ചൈന ഗ്രാസ് വല്ലപ്പോഴും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കാരണം എന്താ വെച്ചാൽ അത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച ശേഷം നമുക്ക് ചൈന ഗ്രാസ് ഇതിലോട്ട് ഒഴിച്ചിട്ട് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തിളക്കുന്നത് വരെ ചൈന ഗ്രാസിൻ്റെ ആ ഒരു മിക്സ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇത് വന്ന് തുടങ്ങിയാൽ കൂടുതൽ ഇളക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൽ വേവാനൊന്നുമില്ലല്ലോ, നമ്മൾ ക്യാരറ്റ് മാത്രമല്ലേ ഉള്ളൂ. പാലൊന്ന് തിളച്ചാൽ മാത്രം മതി. തിളച്ച ഉടനെ തന്നെ നമുക്ക് ചൈന ഗ്രാസ് ഇതിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പുഡിങ് ട്രേയിലോട്ട് ഒഴിക്കാനായിട്ട് വെക്കാം. ഏത് പാത്രത്തിലാണ് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു ട്രേയിലോട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സോ എന്താ നമുക്ക് ഈ കഴിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ പിസ്തയോ ബദാമോ അണ്ടിപ്പരിപ്പും ഒന്ന് വറുത്തിട്ട് ഒന്ന് ജസ്റ്റ് പൊടിച്ചിട്ടൊന്ന് ഇതിൻ്റെ മുകളിലിട്ട് ഒന്ന് വിതറി കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പിസ്തയും അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് അതിൽ അണ്ടിപ്പരിപ്പും പിസ്തയും ബദാമും ഇട്ടിട്ട് നമുക്കത് ചൂടാറിയതിന് ശേഷം ഒന്ന് ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുത്തിട്ട് മുകളിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്യാൻ പറ്റുന്നതിന് അങ്ങനെ ചെയ്യാം. അത് ഞാൻ വെറുതെ ബദാമും അണ്ടിപ്പരിപ്പും പിസ്തയും ഈക്വൽ ഇതിലെടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കിയതാണ് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുന്നത്. എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യട്ടോ. എങ്ങനെ ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവും. ഇനി എന്തെങ്കിലും പുഡിങ് ഉണ്ടാക്കാൻ തോന്നുമ്പോൾ ഇതുപോലെ ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ്സ് ചെയ്യട്ടോ. കാരണം എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മൾ വീട്ടിലുണ്ടാവുന്നതാണ്. ക്യാരറ്റോ പാലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.